ഹലോ മക്കളെ, എല്ലാവർക്കും റാത്ത് തന്നെ അല്ലേ? അപ്പം ഇന്ന് നോമ്പിന് ഞാൻ കുറച്ച് പൊരൻ്റെ സാധനമെല്ലാം മെങ്ങിന്. അപ്പം അതിനെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. കാറ്ററിങ്ങിലും ചെയ്യുമ്പോൾ ആ സാധനം പേമ്പേ പൊട്ടായി പോകുന്നു മക്കളെ. അപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോഴെല്ലാം എന്തോ കാണുമ്പോൾ ഒരു പരിക്കടല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് പോയിട്ട് കുറേ സാധനമെല്ലാം മേങ്ങിയിട്ട് വന്ന്. പിന്നെ അധികം നോമ്പാകുമ്പോൾ നമ്മൾ എല്ലാവരും കുറച്ച് കുറച്ച് പുതിയ സാധനമെല്ലാം മേങ്ങുമല്ലോ. അപ്പോൾ അതിൽ പെട്ട കുറച്ച് സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കുക്കർ, നല്ല ചുവന്ന കളറിൻ്റെ കുക്കർ മേങ്ങിന്. ഇതാ ഇത് 2 സെറ്റ് കുക്കറാണ്, കുറച്ച് വലുതും ഒന്ന് ചെറുതും. പിന്നെ കുറച്ച് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എല്ലാം മേങ്ങിന് മക്കളെ. നമുക്കിപ്പോൾ എല്ലാത്തിനും വേണ്ടത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം തന്നെ. ഒരു 4-5 സെറ്റ് ഇങ്ങനെ ഞാൻ മേങ്ങിന്. നല്ല പാങ്ങുണ്ടോ, നീർലോൺ കമ്പനീൻ്റെയാണ് ഞാൻ മേങ്ങിനത്. അപ്പോൾ പാത്രമൊന്നും ഇല്ലാണ്ട് എന്താകും നമുക്ക് നേരെയാകുന്നില്ല. എത്ര പാത്രം ഉണ്ടെങ്കിലും കാറ്ററിങ് തുടങ്ങിയ മുതൽ ഒരു 100 കണക്കിന് പാത്രം ഞാൻ മേങ്ങിയിട്ടുണ്ടാവും. എല്ലാം പൊട്ടായിട്ട് പോകുന്നു. പിന്നെ ഇത് സ്റ്റീലിൻ്റെ കുറേ നല്ല നല്ല ഡിസൈനുള്ള ബൗള്, അതും നല്ല പാങ്ങിട്ട് മക്കളെ. ഇതും സെറ്റ് തന്നെ, ഒരു 5-ൻ്റെ മറ്റേ സെറ്റാണിത്. പിന്നെ ചായ, പാല, കാപ്പി എല്ലാം കൂട്ടി വെക്കാൻ വേണ്ടിയിട്ട് ടേബിളിൽ അതിന് കണക്കായ ഒരു ജഗ് പോലത്തെ, അതും നല്ല പാങ്ങുണ്ട്. പിന്നെ എനിക്ക് എപ്പോഴും ഈ കറുത്ത പ്ലേറ്റും പാത്രവും ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഞാൻ ഈ കറുത്തതിൻ്റെ കുറച്ച് സെറ്റ് മേങ്ങി. അതിൽ 6 പ്ലേറ്റും, ചെറിയ പ്ലേറ്റ് 6, ബൗൾ 6. പിന്നെ ഒരു മാറ്റെല്ലാം പോകുമ്പോഴത്തെ അപ്പം ഇട്ട് വെക്കാനും കറി കൂട്ടി വെക്കാനും എല്ലാം നല്ലത്, അടിച്ചിട്ട് വെക്കാം, മൂടിയെല്ലാം ഉണ്ട്. പിന്നെ കുറേ കളറിൻ്റെ ബൗള്, കറിയെല്ലാം വിളമ്പും പോലത്തെ, അതും നല്ല പാങ്ങുണ്ട് മക്കൾ. അതിൻ്റെ തന്നെ കുറേ കുഞ്ഞ് കുഞ്ഞ് പാത്രമുണ്ട്, സൂപ്പ് വിളമ്പുന്ന അങ്ങനത്തെ ബൗളുണ്ട്. അതേപോലെ തന്നെ കളറിൻ്റെ സ്പൂണുണ്ട്. അങ്ങനെ നല്ല നല്ല കാണാൻ മൊഞ്ചുള്ള കുറച്ച് പാത്രം. അപ്പോൾ ഇതെല്ലാം ഞാൻ മേങ്ങിയിട്ട് വന്നപ്പോൾ എല്ലാം നിങ്ങൾക്കെല്ലാം കാണിച്ചതാണെന്ന് വിചാരിച്ചിട്ട് വന്നപ്പോൾ തന്നെ വീഡിയോ എല്ലാം എടുത്ത്. ഈ കുഞ്ഞു കുഞ്ഞു കണ്ടെയ്നറിൽ നമുക്ക് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളകിൻ്റെ പൊടി, പിന്നെ ജീരകം, കസുകസ്, അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ, എള്ള്, അങ്ങനത്തെ എല്ലാം ഇട്ട് വെക്കാൻ നല്ലത്. പിന്നെ കുറച്ച് കറിയെല്ലാം ബാക്കിയായിപ്പോൾ മൂടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാനും നല്ലത്. പിന്നെ കുറച്ച് കപ്പ് മേങ്ങി, കാപ്പീൻ്റെ കപ്പ്. പിന്നെ ഞങ്ങൾക്ക് അധികം ഷോർട്സ് ഇടുന്ന പണിയുണ്ട് കാപ്പിയെല്ലാം കുടിക്കുമ്പോൾ. അത് കുറേ കപ്പ് ഞാൻ മുന്നേ മേങ്ങിന് മക്കളെ. അന്നെങ്കിൽ ഇപ്പോൾ കാണുമ്പോൾ ഒരു 4 കപ്പ് നല്ല പാങ്ങുള്ളത് മേങ്ങി. പിന്നെ കുറച്ച് സ്പൂണ് ഐറ്റംസ് മേങ്ങി, ചട്ടം, കയ്യിൽ, സ്പൂണ്, ഇതെല്ലാം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. പാത്രം കണ്ടെങ്കിൽ പണ്ടേ എനിക്ക് ഷോപ്പിൽ നിന്ന് മടങ്ങിയിട്ട് വന്നിടാൻ മനസ്സിലില്ല മക്കളെ. ഇന്ന് എല്ലാം കൽപ്പിച്ചിട്ട് ഇറങ്ങിയിട്ട് മേങ്ങിയിട്ട് തന്നെ. പിന്നെ ചൈനീസ് ബൗള്, അത് നല്ല ഉണ്ട്, നല്ല കാണാൻ പാങ്ങിന്, എന്തെങ്കിലും കുഴച്ച് വെക്കാനോ ഒഴിച്ച് വെക്കാനോ എല്ലാം നല്ല പാങ്ങുണ്ടത്. പിന്നെ കത്തീൻ്റെ സെറ്റ് മേങ്ങിന്. ഇതാണ് മക്കളെ ഞാൻ പറഞ്ഞ ചൈനൻ്റെ പാത്രം. അത് എന്തോ ഒരു പാങ്ങന, അതിൻ്റെ ആകൃതി ഷേപ്പല്ല എന്തോ ഒരു ചേലന്നെ. പിന്നെ കപ്പ്, സോസർ, ഇത് കണ്ടെയ്നർ, ചെറുതും വലുതും ചെറുതും വലിയിട്ട് അങ്ങനെയുള്ള കണ്ടെയ്നർ. ഇത് ടേബിളിൽ മാറ്റ് ഉണ്ടല്ലോ, ടേബിൾ മാറ്റ് ചൂടെല്ലാം വെക്കുന്ന ഹോട്ട് മാറ്റ് പറഞ്ഞിട്ട്. പിന്നെ ഇതെന്ത് പറഞ്ഞെങ്കിൽ ടിഫിന് പോലെ തന്നെ പത്തെല്ലാം ചുട്ടിട്ടിടും പോലത്തെ. പിന്നെ വെള്ളമെല്ലാം കുടിക്കാൻ പറ്റുന്ന ഒരു പിത്തളുണ്ട്, അത് നല്ല ഒരു പാങ്ങുണ്ടാവും. അത് കണ്ടിട്ട് മൊഞ്ച് കണ്ടിട്ട് ഞാൻ മേങ്ങിയത്. പിന്നെ ജ്യൂസിൻ്റെ കുറച്ച് ഗ്ലാസ്, ഇപ്പോൾ നോമ്പെല്ലാം ആയിട്ടാകുമ്പോൾ ജ്യൂസെല്ലാം കുടിക്കാൻ അതിൽ കുറേ ഗ്ലാസ് ഉണ്ട്. അന്നെങ്കിലും പുള്ളെല്ലാം വന്നിട്ടാകുമ്പോൾ തേയുന്നില്ല എത്ര ഗ്ലാസ് ഉണ്ടെങ്കിലും. പിന്നെ പുഡിങ്ങിൻ്റെ ഒരു പാത്രം മേങ്ങി. പുഡിങ്ങിൻ്റെ പാത്രം അങ്ങനെ എത്രയേ ഉണ്ടെങ്കിലും നമുക്ക് തേയുന്നില്ല മക്കളെ. ഈ കുക്കർ എന്തോ ഒരു പാങ്ങോ, ചുവന്ന കളറായിട്ട്. ഇതിൻ്റെ കറുത്ത കളർ, നീല കളർ എല്ലാം ഉണ്ട്. ഞാൻ ചുവന്ന കളർ എടുത്തേ. പിന്നെ ഒരു 3 ലിറ്ററിൻ്റെ കുക്കർ മേങ്ങി. ഇതിൻ്റെ മൊഞ്ച് കണ്ടിട്ടാകുമ്പോൾ ഞാൻ മേങ്ങിപ്പോയത്. ഈ കുഞ്ഞ് കലത്ത പോലെ ചൂടാൻ വേണ്ടിയിട്ട് നല്ലത്. എൻ്റെ ഉണ്ട് 3 ലിറ്ററിൻ്റെ, അത് റൗണ്ട് ഷേപ്പ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒന്ന് മേങ്ങി. പിന്നെ നല്ല നല്ല ബൗള് കുറച്ച് മേങ്ങി. പിന്നെ കുറേ ജാതി കപ്പ് മേങ്ങി ഞാൻ, കാപ്പി കുടിക്കുന്ന കപ്പ്. അത് ഞമ്മക്കൊരു പരിപാടി ഉണ്ടെങ്കിൽ പിന്നെ ചങ്ങായിമാരെല്ലാം പുള്ളർത്തി വരുമല്ലോ, വന്നിട്ടാകുമ്പോൾ എല്ലാം എത്ര ഉണ്ടെങ്കിൽ കൊടുത്താൻ എന്നെ കൊടുക്കുമ്പോൾ ഒരു പാങ്ങില്ല, ഒന്നിൽ എന്നെ പേള് കൊടുക്കുന്നത്. പിന്നെ നല്ല സ്റ്റീലിൻ്റെ കണ്ടെയ്നർ മേങ്ങിന്, ചായ എല്ലാം വെക്കാനും നല്ലത്. അത് ഭയങ്കര വെയിറ്റുള്ള 2 മേങ്ങിന്. മൈദ എല്ലാം ഇരിക്കുന്ന സ്റ്റീലിൻ്റെ അരിപ്പയില്ലേ, അത് കണ്ടിട്ടാകുമ്പോൾ എനിക്ക് ആശയായി. എൻ്റെ പുതിയതുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ, അന്നെങ്കിൽ സ്റ്റീലിൻ്റെ ഇരിക്കട്ടെ അത് മേങ്ങിന്. പിന്നെ ഇത് അരിയെല്ലാം ഇങ്ങനെ അരിക്കുന്ന കൈറ്റായിട്ട് വെള്ളം ഇങ്ങനെ ഊറ്റുന്ന അത് മേങ്ങിന്. പിന്നെ തൊപ്പി കേക്കെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സിലിക്കണ്ട അത് മേങ്ങിന്. പിന്നെ ഇതെല്ലാം എൻ്റെ മുന്നേ ഉള്ളത്, അന്നും പുതിയത് കാണുമേ. ഇപ്പോൾ ഇഡ്ഡലി തട്ടെല്ലാം എൻ്റെ ഫൈബറിൻ്റെ മുന്നത്തെ സ്റ്റീലിൻ്റെ എല്ലാം ഉണ്ട്. പിന്നെ കുറേ കേക്ക് ആക്കുന്ന സാധനം മേങ്ങി, കേക്കിൻ്റെ കുറേ നോസിൽസ് മേങ്ങി. പിന്നെ എന്തെല്ലാം മേങ്ങി. പിന്നെ നമ്മളിതാ നീളത്തിൻ്റെ സ്പൂണില്ലേ, എനിക്കിത് പണ്ടേ ഒരു ആശ തന്നെ നീളത്തിൻ്റെ സ്പൂണ്. അത് എല്ലാവരെയും കാണുമ്പോൾ എനിക്കൊരാശയുണ്ടായിന്. അപ്പോൾ ഇന്ന് കണ്ടിട്ടാകുമ്പോൾ ഞാൻ കുറേ അത് മേങ്ങി. പിന്നെ എന്തെല്ലാം മീൻ അതെല്ലാം മുറിക്കുന്ന കത്തി ഉണ്ടല്ലോ, കത്തിരി, അത് മേങ്ങീന്. പിന്നെ ABCD എല്ലാം നമ്മൾ ലെറ്റർ ചെയ്തല്ലോ കേക്കിനാക്കാം, കേക്കിലേക്ക് ഇങ്ങനെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചോക്ലേറ്റിൻ്റെ മോൾഡ്, അത് 2 ജാതി മേങ്ങിനോ.
അതിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടൊന്നും മേങ്ങിയതല്ല. അവിടെ കണ്ടിട്ടാകുമ്പോൾ രാസക്ക് ഞാൻ എല്ലാം മേങ്ങി. പിന്നെ ഞാൻ മരത്തിൻ്റെ ചട്ട മേങ്ങുന്നത് അതെൻ്റെ കയ്യിൽ കുറേ ഉണ്ട്. അന്നും ഞാൻ കുറേ പുതിയ തന്നെ മേങ്ങി. നീ കുറേ അപ്പാപ്പം പോയിക്കൊണ്ട് കണ്ടാലോ. പിന്നെ എത്ര സാധനം ഉണ്ടെങ്കിൽ നമ്മളെ പേരിൽ കാറ്ററിംഗ് ഉള്ളത് കൊണ്ട് എല്ലാ സാധനവും ബേ പൊട്ടായി പോന്ന്. പിന്നെ ബ്രെഡെല്ലാം ആക്കണം എന്ന് ഇരിച്ചിട്ട് ഞാനൊരു ബ്രെഡിൻ്റെ ടിന്നും മേങ്ങി മക്കളെ. ഇതുണ്ടല്ലോ ഫോണ്ടൻ്റ് എല്ലാം ആക്കുന്നില്ലേ, നമ്മളെ ഈ കേക്കിലേക്ക് ഫോണ്ടൻ്റ് ആക്കിയിട്ട് അതിനെല്ലാം ഷേപ്പെല്ലാം ആക്കുന്നത്, അതാണിത്. അപ്പോൾ അതും കണ്ടിട്ടാകുമ്പോൾ മേങ്ങി. ഇനി കണ്ടിട്ടാകുമ്പോൾ നമുക്ക് എല്ലാം വേണ്ടത് തന്നെ. ആടെ പീടികയിൽ പോയിട്ടാകുമ്പോൾ വേണ്ടാത്ത ഒരു സാധനവും ഇല്ല. പിന്നെ പൈസനെ പേടിച്ചിട്ട് കുറേ ഒന്നും മേങ്ങിട്ട. പിന്നെ നല്ല സ്റ്റീലിൻ്റെ ഒരു കുടുക്ക മേങ്ങിന്. ഇതിൽ പാല് കാച്ച, ചോറ് വെക്കുക, അങ്ങനത്തെ എല്ലാ ഉപകാരത്തിന് കിട്ടും. പിന്നെ കറിൻ്റെ ചട്ടി, കുറച്ച് വലിയൊരു കറിൻ്റെ ചട്ടി മേങ്ങി, ഒരു ചെറിയ കറിൻ്റെ ചട്ടി മേങ്ങി. ഇത് കുഞ്ഞു കറിച്ചട്ടി, നമുക്ക് കുറച്ചാ മറ്റം വെക്കണമെങ്കിൽ ഇതിൽ വെക്കാം, അങ്ങനെ വലുത് വേണമെങ്കിൽ വലുതിൽ വെക്കാം. പിന്നെ നല്ലൊരു ചീൻചട്ടി കണ്ടിട്ടാകുമ്പോൾ അതും മേങ്ങി. ഇതെല്ലാം നമ്മളവിടെ എത്ര ഉണ്ടെങ്കിൽ അത് 4 കഴിയുമ്പോൾ പൊട്ടായി പോന്ന്. പിന്നെ ഇതിൽ ഫ്രൂട്ട്സ് ഇട്ട് വെക്കുക, അരി ഊറ്റുക, അങ്ങനെ എല്ലാ ഗുണമുള്ളൊരു സാധനം. പിന്നെ മണ്ണിൻ്റെ ചട്ടി, ഇത് അതിനാട്ടി മൊഞ്ച്. ഞങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഞാൻ വളക്കിയിട്ട് വരാൻ മനസ്സ് വന്നില്ല. പിന്നെ ഓട്ടുപ്പളെല്ലാം ചൂടുന്ന ഓടുണ്ടല്ലോ, അതിപ്പോൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ വിൽക്കാനും വരുന്നു, ബജാറിൽ മേങ്ങാനും കിട്ടുന്നു. അങ്ങനെ കണ്ടിട്ടാകുമ്പോൾ ഞാനൊന്ന് മേങ്ങി മക്കളെ. അത് കേക്കെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ ടിന്ന് ഇപ്പം കാണിച്ചത്. ഇനി മൊണ്ട പൊടിയെല്ലാം ഇട്ടേക്കുന്ന റൗണ്ടിൻ്റെ പാത്രം, അതൊന്ന് മേങ്ങി. പിന്നെ മുന്നേ കാണിച്ചിട്ടേ കറുത്ത, അതിൻ്റെ വേറെ 2 ജാതി മേങ്ങിന്. ഇതെല്ലാം 2 ആളെല്ലാം വന്നിട്ടാകുമ്പോൾ ചായ എല്ലാം വിളമ്പാൻ, കാപ്പി വിളമ്പാനെല്ലാം പറ്റിയത്. ഞാൻ യൂട്യൂബിൽ വീഡിയോ എടുക്കുമ്പോൾ കാണാനൊരു മൊഞ്ചിന് വേണ്ടിയിട്ട് മാത്രം മേങ്ങിയത്. മറ്റേ ചില നമ്മളുടെ പാട്ടെല്ലാം കുറേ ഉണ്ട്. പിന്നെ നമുക്കിങ്ങനെ കട്ട്ലറ്റ് എല്ലാം ഇട്ട് വെക്കാൻ പറ്റിയ പാത്രം, പിന്നെ മീൻ കാച്ചിട്ടെല്ലാം വെക്കാൻ. ഇത് നമുക്കുണ്ടല്ലോ ഇപ്പോൾ മയോണൈസ് എല്ലാം ആക്കിയിട്ടാകുമ്പോൾ ഒഴിച്ച് വെക്കാൻ പറ്റും. ഇതാ ഒരു കുഞ്ഞ് ഗ്ലാസ് മീന്. ഇതെല്ലാം യൂട്യൂബിൽ വീഡിയോ എല്ലാം എടുക്കുമ്പോൾ നമുക്ക് ഒഴിക്കാനെല്ലാം പറ്റിയത്. ഇത് സോസെല്ലാം കൂട്ടിയേക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ കണ്ടെയ്നർ കുറേ മേങ്ങിന്. ഞാൻ ഇങ്ങനത്തെ ഒന്നും പറഞ്ഞിട്ട് പോണില്ല. പിന്നെ സ്റ്റീലിൻ്റെ ചട്ടോ അതിഷ്ടം പോലെ മേങ്ങിന്. ഇനി എത്ര കാലത്തേക്ക് ഇത് മതി, ഗ്യാസ് ഉണ്ടെങ്കിൽ എത്ര കാലത്തേക്കും മതി. സ്റ്റീലിൻ്റെ പാത്രമാകുമ്പോൾ ഒന്നും പൊട്ടായി പോകുന്നില്ല. മാത്രം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പണിക്കാറും ആളെല്ലാം ഉണ്ടാകുമ്പോഴേക്ക് അതിലേലും മിസ്സായി പോന്ന്. പിന്നെ ഇത് നല്ല ഉപകാരമുള്ളൊരു പാത്രം. ഒരേ ആളൂല് നമുക്ക് 3 ജാതി ഇട്ട് വെക്കാം. പയറ്, കടല, വേളെല്ലാം. നമുക്ക് ഒരു ഭാഗം മൂടി തിരിച്ചാൽ കടല വരും, മറ്റേ ഭാഗത്തേക്കാക്കി പയർ വരും. തിരക്കലുള്ള പെണ്ണുങ്ങൾക്ക് നല്ല പറ്റിയൊരു പാത്രം അത്. പിന്നെ ഇത് കേക്കാക്കാൻ വേണ്ടിയിട്ട് മോളെ ബർത്ത്ഡേ എല്ലാം ഉണ്ടെങ്കിൽ കേക്കാക്കാലിട്ട് മേങ്ങിയത്. പിന്നെ ഈ കേക്കെല്ലാം ആക്കിയിട്ടാകുമ്പോൾ വെക്കുന്നൊരു പാഡാണിത് മരത്തിൻ്റെ. പിന്നെ ഇത് ഡിസൈൻ ആക്കുന്നത്, കേക്കിന് ഡിസൈൻ ആക്കുന്നത്, അങ്ങനത്തെ എന്ത് ഉണ്ടെന്നില്ല മക്കളെ. ആ പീടിയൊക്കെ പോയെങ്കിൽ നമുക്ക് വരാൻ മനസ്സ് വരില്ല. ഇനി കേക്ക് ആക്കുന്നയാ, പുഡിങ് ആക്കുന്നയാ, ഇനി നമുക്ക് ചോറും കറിയും വിളമ്പുന്നതാ, എന്ത് വേണമെന്ന് പറഞ്ഞിട്ട് അറിയില്ല. ഇനി കുറേ വീഡിയോ ഉണ്ട്, അത് പിന്നൊരുക്കെ കാണാം. ജസാക്കല്ലാഹ് ഖൈർ.